എല്ലാവർക്കും നമസ്കാരം. CPM-ന്റെ സംസ്ഥാന സമ്മേളനമായിട്ട് കേരളത്തിലെ സാധാരണപ്പെട്ട ആളുകളെ കറണ്ട് ബില്ലിലൂടെ ഷോക്കടിപ്പിച്ചു കൊടുക്കുന്ന ഈ ഭരണ സംവിധാനം അവർക്ക് പോലും KSEBന്നോ അല്ലെന്നുണ്ടെങ്കിൽ ഒരു ജനറേറ്റർ പോലും വാങ്ങിച്ചുകൊണ്ട് കറണ്ട് എടുക്കാൻ പറ്റാത്ത രീതിയിൽ വിലക്കയറ്റം ഉണ്ടാക്കി വെച്ചിട്ട് ഇവിടുത്തെ സാധാരണപ്പെട്ട ആളുകൾ നികുതി പണം കൊടുത്ത് ആ പൈസ ദൂർത്തടിക്കുന്ന തരത്തിലേക്ക് കൊണ്ടുപോകുന്ന സർക്കാർ ഇന്ന് CPM-ന്റെ സംസ്ഥാന സമ്മേളനവുമായി ബന്ധപ്പെട്ട് നഗരത്തിലെ ജനങ്ങൾക്ക് വെളിച്ചം പകരേണ്ട ഹൈമാക്സ് ലൈറ്റിൽ നിന്നും CPM-ന്റെ പ്രചരണത്തിന്റെ ഭാഗമായി കരണ്ട് മോഷ്ടിക്കുന്ന വളരെ വിചിത്രമായ ദൃശ്യമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതാണോ കേരള മോഡൽ? LDF വരും, എല്ലാം ശരിയാക്കും. കരണ്ട് മോഷണത്തിൽ CPM കൃത്യമായി നഗ്നമായി നടത്തുന്ന ലംഘനമാണ് കാണുന്നത്. സാധാരണപ്പെട്ടവൻ അവന്റെ ആവശ്യത്തിന് തൊട്ടടുത്ത വീട്ടിൽ നിന്നോ അല്ലെങ്കിൽ ഒരു മുറിയിൽ നിന്നോ കറണ്ട് എടുത്തു കഴിഞ്ഞാൽ ആ കറണ്ട് കട്ട് ചെയ്യുകയും അവർക്ക് കൃത്യമായി ഫൈൻ അടിക്കുകയും ചെയ്യുന്ന KSEB ഇതൊന്നും കാണുന്നില്ലേ? CPM നേതൃത്വത്തിന്റെ സംഘാടക സമിതിയായിട്ടുള്ള ഏരിയ സംഘാടക സമിതിക്ക് തൊട്ടടുത്താണ് ഈ കേന്ദ്രം. പ്രതിഷേധിക്കുക, പ്രതികരിക്കുക. പറഞ്ഞ മാതിരി എക്സ്ക്രിപ്ഷൻ ഉണ്ട്. 200 വാട്ട്സിന്റെ 2 LED ലാമ്പെന്നാണ് KPTS അതിന്റെ സൈഡ് മാസ്റ്റർ എഴുതും. സൈഡ് മാസ്റ്റർ എഴുതി കഴിഞ്ഞാൽ നോർമലി സംഭവിക്കുന്നത് അത് നാട്ടുകാരെ കൊള്ളയടിച്ച് ആടുവരിക്കും CPM, നാട്ടുകാരെ കൊള്ളയടിച്ച് ആടുവരിക്കും CPM, കരണ്ട് കട്ടർ CPM, നിങ്ങൾക്കെതിരെ ഉയരുന്നു BJPയുടെ പ്രതിഷേധം, കുമാർജയുടെ പ്രതിഷേധം. ജയ് 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 ഭാരത് മാതാ, ജയ് 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 ഭാരത് മാതാ. മറ്റേ പുള്ളിയോട് പോയല്ലോ, നമ്മളെ ATS-ന്റെ ആള് പോയല്ലോ, KPTS-ന്റെ ആള് പോയി. അവിടുന്ന് ഈ മുതലുകളെല്ലാം കിട്ടിയല്ലോ. അതായത് എവിഡൻസ് കിട്ടിയില്ല. ഈ മോഷണത്തിന് വേണ്ടി ഉപയോഗിച്ച സാധനമെല്ലാം കിട്ടിയോ? അല്ല സാർ, അങ്ങനെ എടുക്കുന്നില്ല. അത് കിട്ടിയോ ഇല്ലെന്നാണ് സാർ നേരത്തെ പറഞ്ഞ് കിട്ടിയെന്ന് പറഞ്ഞു. അല്ല, അപ്പൊ അത് കിട്ടിയോ ഇല്ല? അതെ, അത് എടുപ്പിച്ച് കൊണ്ടുവരണ്ടേ? അവിടുന്ന് എടുപ്പിച്ച് കൊണ്ടുവരുന്ന രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഈ കോർപ്പറേഷൻ ഇതുമായി ബന്ധപ്പെട്ട് നടപടി എടുക്കുമോ? സാർ ഇതുമായി ഇപ്പൊ തെളിവ് കിട്ടി. അതെ, ഞങ്ങൾ ഈ സംഭവങ്ങളെല്ലാം സാർ എന്ത് നടപടി എടുക്കുന്നുള്ള ഞങ്ങൾക്ക് എഴുതണം. ഇപ്പൊ എഴുതണം. ഇപ്പൊ ഞങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ പോലീസിന് പരാതി കൊടുക്കും. ഇതുമായി ബന്ധപ്പെട്ട് കോർപ്പറേഷന് പരാതി അല്ല പറഞ്ഞാൽ പോരാ സാർ. രേഖാമൂലം ഞങ്ങളിപ്പോ രേഖാമൂലമല്ല പരാതി തന്നത്. ഞങ്ങൾക്ക് തെളിവ് വേണ്ടി. അല്ല സാറേ, സാർ അതിനുള്ള ബന്ധപ്പെട്ട അധികാരിയല്ലേ സാർ? സാറാണ് ഇതുമായി ബന്ധപ്പെട്ട് യുവമാർച്ച് നൽകി ഈ പരാതിയുമായി ബന്ധപ്പെട്ട് അല്ല അതല്ല എനിക്ക് കിട്ടിയ പരാതി അത് കറക്റ്റ് ചാനലിൽ അന്വേഷിച്ച് അവരെ പോയി റിപ്പോർട്ടൊക്കെ കണ്ട് നിങ്ങൾ എന്ത് നടപടി എടുക്കാൻ പറ്റുമെന്ന് സാധാരണപ്പെട്ട ഒരാള് വീട്ടിലാണ് ഈ പരിപാടി നടന്ന നടപടി എടുക്കുമെന്ന് ഞാൻ പറയാം. നടപടി എടുക്കും എന്നുള്ളത് എഴുതി തരാം. കാരണം ഇതിനകത്ത് ആക്ഷൻ ഉണ്ടാവും. പക്ഷെ അത് എന്ത് നടപടിയാണ് എടുക്കുന്നത് എന്നുള്ളത് എന്റെ സബോർഡിനേറ്റ്സും അവർ പോയി കണ്ടവരും എന്താണ് ഇതിൽ എക്സ്റ്റെൻഡ് ചെയ്തേക്കുന്നത്, എങ്ങനെയാണ് നേരത്തെ ഞങ്ങളിവിടെ വരുന്നതിന് മുമ്പ് സാറ് പറഞ്ഞു അതെടുത്ത് മാറ്റാൻ സാറിന്റെ അസിസ്റ്റന്റ് എഞ്ചിനീയർ, കൺട്രോൾ സെക്ഷന്റെ അസിസ്റ്റന്റ് എഞ്ചിനീയർ പറഞ്ഞു ആ സാധനം അവിടെ എടുത്ത് മാറ്റി. അത് ആരെടുത്താ പറഞ്ഞത്? ഈ ആളുടെ സാധനം എടുത്താ പറഞ്ഞത്. അപ്പൊ എന്തുകൊണ്ട് ഈ ആളുടെ സാധനം എടുത്താണ് പറഞ്ഞത്? അപ്പൊ എന്തുകൊണ്ടാണ് സാർ അദ്ദേഹത്തിന് നടപടി എടുക്കുന്നത്? വിലോപം നടത്തി സാറേ, കൃത്യ വിലോപം നടത്തി. കാരണം സാറിനെ തെറ്റിദ്ധരിപ്പിച്ചു. അങ്ങനെയാണെങ്കിൽ സാധാരണപ്പെട്ട ഒരാള് കണ്ടതിൽ അടയ്ക്കാൻ പറ്റും, അവനെ തെറ്റിദ്ധരിക്കത്തില്ലേ? തെറ്റിദ്ധരിപ്പിക്കുന്ന പറ്റുമെന്നുള്ളത് സമ്മതിച്ചു. പക്ഷെ ഇവിടുത്തെ കേസ് ആ സമയത്ത് ചിലപ്പോൾ റിമൂവ് ചെയ്തിട്ടുണ്ടാവും. പിന്നെ പ്രത്യക്ഷപ്പെട്ടോ സാറേ? അത് പ്രത്യക്ഷപ്പെട്ടു, ആകാശത്ത് പ്രത്യക്ഷപ്പെട്ടു. ഒരു വയറിട്ട് എക്സ്റ്റെൻഡ് ചെയ്യാൻ ഒരു വയർ, 2 വയർ. ആ വീഡിയോ എടുത്ത് കണ്ടത് ഒരു വയറല്ല സാർ, 2 വയർ. അവിടുത്തെ 2 മീറ്ററിൽ നിന്ന് കൃത്യമായി. ഇത് ഇവിടെ മാത്രമല്ല, കൊല്ലം ജില്ലയിൽ സംസ്ഥാന സമ്മേളനവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന സ്ഥലങ്ങളിലെല്ലാം LED സീരിയൽ ലൈറ്റ് ഇട്ടുണ്ട്. ഈ റോഡുകളിൽ മൊത്തം എവിടെ നിന്ന് ഇതിന്റെ വൈദ്യുതി? ഇവിടെ എവിടെ ജനറേറ്റർ ഇരിക്കുന്നു? അന്വേഷിക്കണം. എവിടെ ജനറേറ്റർ ഇരിക്കുന്നു? എവിടെ ആശ്രാമം മൈതാനത്ത് മൊത്തം
കിളികൾക്കൊന്നും ഇരിക്കും. ദേശാടന പക്ഷികളൊക്കെ അവിടുന്ന് പലായനം ചെയ്തു പോയി. CPM സംസ്ഥാന സമ്മേളനം എന്ന് പറഞ്ഞപ്പോ കാരണം എന്താ മൊത്തത്തിൽ ലൈറ്റ് ഇട്ടേക്കുവാ. ഇതൊക്കെ സാർ എന്തുകൊണ്ട് തന്നെ സാധാരണപ്പെട്ട ഒരു 10 ലൈറ്റ് ഇട്ടേ സാറൊക്കെ പോയി ചെക്ക് ചെയ്യൂല. പരാതി ഉറപ്പായിട്ട് അന്വേഷിക്കും. ഇതിപ്പോ ഞങ്ങളുടെ പരാതി സാർ അന്വേഷിച്ചില്ല. ഞങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് തുടർന്ന് സമരം ചെയ്തുകൊണ്ടിരിക്കും. അതായിക്കോട്ടെ, അത് കുഴപ്പമില്ല. ഇത് അന്വേഷിക്കുമെന്ന് ഞാൻ പറഞ്ഞത്. അതിപ്പോ സാർ രേഖാമൂലം ഞങ്ങൾക്ക് എഴുതാം. ഇത്ര മണിക്കൂർ 24 മണിക്കൂറിനുള്ളിൽ നിങ്ങളുടെ റിപ്പോർട്ട് ഞങ്ങൾ വരും, ഞങ്ങളത് അറിയിക്കും സാർ. ഇതുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ കോർപ്പറേഷൻ ഞങ്ങൾക്ക് അറിയില്ല. എങ്ങനെ അറിയിക്കും? രേഖാമൂലല്ല സാർ ഞങ്ങൾക്ക് എഴുത്ത് തരാൻ ഞങ്ങൾ വന്ന പരാതി നടപടി എടുക്കുമെന്ന് ഞാൻ ഉറപ്പായിട്ടും. അത് എന്ത് നടപടിയല്ല, മോഷണത്തിനുള്ള നടപടി എടുക്കണം സാർ. സാധാരണപ്പെട്ട ഞങ്ങൾക്ക് വേറെ നടപടി, വലിയ നടപടി അല്ല. അതല്ല സാർ, ഇപ്പൊ സാധാരണപ്പെട്ട കറണ്ട് മോഷണം അവർക്കെതിരെ നടപടി എടുക്കൂ. അദ്ദേഹം ആ സെയിം നടപടി എടുക്കണം. ആ സെയിം അല്ലാതെ അതിൽ കൂടുതലോ കുറവല്ല. സാധാരണക്കാരന് കൊടുക്കുന്ന ശിക്ഷ എന്താണ് അത് തന്നെയാണ്. നിയമത്തിന്റെ മുമ്പിൽ എല്ലാവരും സമാനം. ഇക്വാളിറ്റി ബിഫോർ ദ ലോ. ഇവിടെ ഞാനും കോർപ്പറേഷൻ സെക്രട്ടറിയുമായിട്ടാണ് എഗ്രിമെന്റ്. ഞാനും പാർട്ടിക്കാരുമായിട്ട് എഗ്രിമെന്റ് ഇല്ല. അല്ല സാറ് പാർട്ടിക്കാരെ എടുക്കേണ്ടത് സാറ് കോർപ്പറേഷൻ സെക്രട്ടറിക്കെതിരെ ഉറപ്പായിട്ട് ഞാൻ നടപടി എടുത്തിരിക്കും. അത് മതി. കോർപ്പറേഷൻ സെക്രട്ടറിക്കെതിരെ നടപടി എടുക്കുക. കോർപ്പറേഷൻ സെക്രട്ടറി നടപടി എടുക്കുന്ന സമയത്ത് ഈ പറയുന്ന ആള് വന്നില്ല, ഇത് വെച്ച ആള് ഇപ്പൊ പോലീസിന് പരാതി കൊടുക്കണം സാറ്. അതായത് ഈ പ്രവർത്തനം ചെയ്ത ആളാരാണ്, വ്യക്തിയാകാം. ആ വ്യക്തിക്കെതിരെ നടപടി എടുക്കണം. ഏതെങ്കിലും ആളായിരിക്കും ഇത് ചെയ്തത്. ഈ ലൈറ്റും എല്ലാം കൊണ്ട് CCTV ദൃഷ്ടി എടുത്തിട്ട് എടുക്കണം. അത് നടപടി എടുക്കണം. അത് കൃത്യമായിട്ട് എടുക്കണം. ആ പോലീസിന് എനിക്ക് ഇവരെ ചെയ്യാൻ കോർപ്പറേഷൻ സെക്രട്ടറിയുടെ എന്റെ വീട്ടിൽ നിന്ന് കറണ്ട് ഇദ്ദേഹം മോഷ്ടിക്കുന്നു. സാർ എന്ത് ചെയ്യും? എനിക്കും മോഷ്ടിക്കുന്നത് ഞാൻ പറയാൻ പറ്റൂ. കാരണം നിങ്ങളുമായിട്ട് അഗ്രിമെന്റ് അല്ലേ? അങ്ങനെയാണെങ്കിൽ സാർ എന്ത് നടപടി ചെയ്യുന്നത്? വൈദ്യുതി വെച്ച് എല്ലാം എടുക്കത്തില്ല. അതേ നമ്മൾ നടപടി എടുക്കണം. പക്ഷേ എടുത്ത ആളെടുക്കുമോ, നിവേദിച്ച ആൾ കൊടുക്കും, കൊടുത്ത ആളുകളായിട്ട് കോർപ്പറേഷൻ സെക്രട്ടറിക്കെതിരെ നടപടി എടുക്കും. അതിന്റെ കോപ്പി പോലീസിന് കൊടുക്കുകയും ചെയ്യും. അല്ലാതെ എനിക്ക് പറഞ്ഞ മാതിരി എടുത്തോണ്ട് പോയവനെ ഈ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട CPM ഞാൻ CPM കോൺഗ്രസോ BJP അവരായിട്ട് ഒരു മുന്നണി, ഇന്ത്യ മുന്നണിയാണ്. BJP പരിപാടിയല്ല. BJP ജനറേറ്റർ വാടകയും കൊടുത്ത് ജനറേറ്റർ സംവിധാനം വെച്ച് ഞങ്ങൾ പരിപാടി നടത്തുന്നത്. ഇവിടെ ഒരു കാരണം അറിയോ, ഒരു ഇതിന്റെ പേപ്പർ ഇല്ലെന്ന് അപ്പനെ ഇത് വരും, നോട്ടീസ് വരും. അപ്പൊ എന്തായാലും ഒരു കാര്യം വളരെ വ്യക്തമായിട്ട് പറയാം. ഇതിന് നടപടി ഉണ്ടാവും. ആ നടപടി ഉണ്ടാവുമെന്ന് ഞാൻ എഴുതിത്തരാം. നിങ്ങൾ ഈ ലീഗലൈസേഷൻ എന്ന് പറയുന്നതൊക്കെ വലുതായിട്ടൊന്നും വലിയ എമൗണ്ട് വരില്ല. നിങ്ങളുടെ ഇൻഫർമേഷൻ എമൗണ്ട് വളരെ നെഗ്ലിജിബിൾ ആണ്. എമൗണ്ട് വളരെ നെഗ്ലിജിബിൾ ആയിരിക്കും. പക്ഷേ നിങ്ങൾ പറഞ്ഞ മാതിരി ഞാൻ പൊതുമുതൽ അല്ല മിസ്യൂസ് ചെയ്തു എന്നുള്ള ഒരു ആംഗിളില് ഇത് അത് കോമൺ ഫോറത്തിന് സീരിയസ് ആയിട്ട് എടുക്കാം, പോലീസിന് സീരിയസ് ആയിട്ട് എടുക്കാം, ഈവൻ കോർപ്പറേറ്റ് സെക്രട്ടറിക്ക് സീരിയസ് ആയിട്ട് എടുക്കാം. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം ഇതൊരു മീറ്റേഡ് സപ്ലൈ ആണ്. നടപടി എടുക്കും. പക്ഷെ ഇത് മാറ്റിയുള്ള സംഭവവുമായി ബന്ധപ്പെട്ടുണ്ടാകും. സാറിന്റെ ഈ പറയുന്ന സംവിധാനമുണ്ടല്ലോ, സ്കോഡ് വർക്ക് ടീം ഉണ്ടല്ലോ, നഗരത്തിൽ നടന്ന എല്ലാ സംവിധാനങ്ങളും എനിക്ക് 10 സെക്ഷനാണുള്ളത്. ഇത് മൊത്തം ഞാൻ പരിശോധിക്കും. ബാക്കി ഡെപ്യൂട്ടി സി ഉണ്ട്. ഡെപ്യൂട്ടി സിക്ക് ഞാൻ ഫോർവേഡ് ചെയ്യാം. കൊല്ലം ജില്ലയിലെ മൊത്തം അദ്ദേഹം കൊല്ലം ജില്ലയിൽ ഈ പരിപാടിയുമായി ബന്ധപ്പെട്ട് എവിടെയൊക്കെ പ്രതിപക്ഷ ലൈറ്റ് ഉണ്ടോ അതിന്റെയൊക്കെ വൈദ്യുതി എവിടെ നിന്ന് പോകുന്നു ഒന്നീ ജനറേറ്ററിൽ നിന്ന് പോകണം. അല്ലെന്നുണ്ടെങ്കിൽ ഞങ്ങൾ കണ്ടുപിടിച്ചിട്ട് പിന്നെ ഈ സമരം വേറെ രീതിയിലോട്ട് പോകും, വേറെ ആക്ടിലോട്ട് പോകും. ഞങ്ങൾ ഇനി ഇതിന്റെ പിന്നെ അതായത് സാറ് ചെയ്യേണ്ട ഡ്യൂട്ടി ഞങ്ങൾ അത് വേറെ തരത്തിലോട്ട് പോകും. അതാ അതുകൊണ്ട് അപ്പൊ ആ സാർ ആ ഡ്യൂട്ടി ചെയ്ത സാർ ഇതുമായി ബന്ധപ്പെട്ട് നടപടി എടുക്കും. ഞങ്ങൾ പറഞ്ഞ സംഭവവുമായി ബന്ധപ്പെട്ട് സാർ എടുത്ത് സീരിയസ് കാരണം ഞാൻ എനിക്ക് ഫാക്ട് സത്യം എഴുതുന്നതിനകത്ത് എനിക്ക് എതിർപ്പൊന്നുമില്ല. നടപടി എടുക്കുക. അത് എന്ത് നടപടിയാണ് എന്നുള്ളതിനകത്ത് പറഞ്ഞില്ലേ. എമൗണ്ടിനകത്ത് വലിയ എമൗണ്ട് ഒന്നും വരില്ല. സാധാരണക്കാരൻ ഇത് ചെയ്താൽ എന്ത് ചെയ്യും അതേ കണക്ക് നടപടി എടുക്കണം കൃത്യമായി. സാധാരണക്കാരന് കൊടുക്കുന്ന ശിക്ഷ അതാണ് CPM ഇവിടുന്ന് കൊടുക്കുന്നത്. ജനങ്ങൾ കൊടുക്കുന്ന ശിക്ഷയായിട്ട് കണ്ടാൽ മതി. ഏതാ അപ്പോ അഡ്രസ് എഴുതി കൊടുക്കാം.
അതിന് ഡിസ്ട്രിക്ട് പ്രസിഡന്റ് ഇതിന്റെ ഓക്കെ ഇത് നടപടി എടുക്കുമെന്നുള്ളത് നമ്മൾ എന്തായാലും പറഞ്ഞില്ലേ നടപടി ഇപ്പൊ വേറൊരു സംശയമാണ് ചോദിച്ചത്. അതായത് ഇന്ന് തിരക്കിയപ്പോ പറഞ്ഞത് സർക്കാരിന് ഇപ്പൊ KSE ഇവിടെ ഒരു ട്രാൻസ്ഫോമർ ഞാൻ ഇവിടെ വന്നൊരു അപേക്ഷ ചെയ്തു, എനിക്കൊരു പ്രോഗ്രാം നടത്തണം, അതിനുവേണ്ടി ഞാൻ KSE ഇവിടെ ട്രാൻസ്ഫോമർ കണക്ഷൻ എടുത്തോട്ടെന്ന് പറഞ്ഞ അപേക്ഷ എന്ത് ചെയ്യുന്നു, റിജക്ട് ചെയ്യുമോ അത് അംഗീകരിക്കും? അത് സ്വീകരിക്കും. എന്നിട്ട് ടെമ്പററി കണക്ഷൻ കൊടുക്കും. ട്രാൻസ്ഫോമറിൽ എടുക്കാൻ എനിക്ക് അനുവാദം ഉണ്ടോ? ഡയറക്റ്റ് എടുക്കാൻ പറ്റത്തില്ല, കണക്ഷൻ ആയിട്ട് കൊടുക്കും. കണക്ഷൻ ഇപ്പൊ ആശ്രാമത്തിൽ ഇപ്പൊ ഇവിടെ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇങ്ങനെ ഒരു കണക്ഷൻ എടുത്തിട്ട് അതിന് അപേക്ഷ എടുത്ത് എവിടെ അപേക്ഷ ഇല്ല തന്നിട്ടില്ല. അല്ലെങ്കിൽ തന്നിട്ടില്ല. ഇല്ല, ഇനി താഴ്ന്നറിവുണ്ടെന്നുണ്ടെങ്കിൽ ഞങ്ങൾ വിവരാശം തരും. ആ സമയത്ത് ഈ സംവിധാനം എല്ലാം നോക്കും. അതുകൊണ്ട് സാറ് അറിഞ്ഞാത്ത കാര്യം ഏറ്റെടുക്കണ്ട. അറിഞ്ഞോടെ അത് മതി, വെറുതെ ധാരണയുള്ള ഇതുകളാണ്. അപ്പം ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ എടുക്കാൻ പറ്റൂ? സർക്കാരിന്റെ എടുക്കാൻ പറ്റത്തില്ല. ഒരു സ്വകാര്യ കടക്കാരനെ എടുക്കാം. അല്ല, അതിന് അപേക്ഷ വെള്ളം പേപ്പർ കഴിഞ്ഞ അപേക്ഷ തരണം. അല്ലാതെ ഈ സർക്കാർ സാധനം എടുക്കാൻ പറ്റത്തില്ല. അത് മാത്രം. അങ്ങനെ അവരും തരത്തില്ല. അവർ വേറെ ആൾക്കാർക്ക് ഇങ്ങനെ അപേക്ഷ തരും. അതിനിടയ്ക്ക് സാർ ഈ IMAX ലൈറ്റ് കഴിഞ്ഞ ദിവസം പ്രകാശനം, ഈ പരാതി ഇന്നലെ ഈ വീഡിയോ വന്നതിന് ശേഷം IMAX ലൈറ്റ് ഇന്നലെ പ്രകാശിച്ചില്ല, കത്തിയില്ല. കത്താതിന് കാരണം ഇതിനകത്ത് എന്തോ തകരാറ് വന്നു. കാരണം ഈ വീഡിയോ വൈറലായതിനു ശേഷം ഈ പറയുന്ന ആളെ ഏതോ പോയി ഊരി എന്തോ ചെയ്തു, ആ ലൈറ്റ് കത്തുന്നു. അപ്പൊ അതിനുള്ള നഷ്ടപരിഹാരം ആരീടാക്കും? കോർപ്പറേഷൻ ഈടാക്കും. IMAX ലൈറ്റ് കംപ്ലൈന്റ് ആണ്. അത് ഞങ്ങൾ കോർപ്പറേഷൻ സെക്രട്ടറിക്ക് പരാതി കൊടുക്കും. സാറിന് നടപടി അങ്ങോട്ട് കൊടുക്കും. ഞങ്ങൾ കോർപ്പറേഷൻ സെക്രട്ടറിക്ക് ഒരു പരാതി കൊടുക്കും ഇതുമായി ബന്ധപ്പെട്ട ഇതാ. അപ്പൊ സാറ് കൃത്യമായി IMAX ലൈറ്റിന് എന്തെങ്കിലും തകരാറുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യണം. അപ്പൊ ഞങ്ങള് കൃത്യം നാളെ ഈ സമയമാകുമ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഫോളോ ചെയ്യും. അപ്പൊ സാർ ഇതുവരെ ചെയ്ത നടപടിയുടെ പ്രൊസീജിയർ ഞങ്ങൾക്ക് ഞങ്ങൾക്ക് വിഷമമുണ്ട്. ഞങ്ങളുടെ വിഷമമല്ല സാർ, അല്ല, അത് വെച്ച് തന്നെയാണ് ഞാൻ പറഞ്ഞത്. വിഷമം വേണ്ട, സീരിയസ് ആയിട്ട് തന്നെ നിങ്ങൾ എടുത്തോളൂ. നാളെ അപ്പൊ ഈ സാധനങ്ങളെല്ലാം എങ്ങനെയുണ്ട്? അവിടെയുള്ള വയറും അല്ലാതെ കിട്ടിയിട്ടില്ല, അവർ എടുത്തില്ല. അത് ചെക്ക് ചെയ്യുന്നില്ല, അത് വേണ്ടേ? പിന്നെ പ്രമോദ് ഇയാൾ സൈറ്റിലുണ്ടോ?
സാധനമൊക്കെ എടുത്തോണ്ടെന്ന് പറയുന്നത് ഈ പരാതി വേണമെന്നുണ്ടെങ്കിൽ കൊടുത്താൽ ബാക്കി കരുതാപ്പള്ളി ഡിവിഷനിലും ചാത്തന്നൂർ ഡിവിഷനിലും അവിടെയാണ് കൊടുക്കാം. സാറ് നടപടി എടുക്കുന്ന വിശ്വസിച്ച് ഞങ്ങൾ പോവുകയാണ്. നാളെ ഇതേ സമയം ഇതേ സമയം 24 hours വരെ സാറേ ഇതെന്താ പറയാ വലിയ സ്കോഡുകാരെ ഇറക്കുക. കാരണം ജനങ്ങൾ അറിയട്ടെ സാറിന്റെ സത്യസന്ധമായിട്ടുള്ള ജോലി ജനങ്ങളുടെ നികുതി പണത്തിൽ കൃത്യമായി ജോലി ചെയ്യുന്ന ജനങ്ങൾ അറിയട്ടെ. സാറിന്റെ കുടുംബവും കുട്ടികളും എല്ലാം അഭിമാനം കൊള്ളട്ടെ. സംസ്ഥാന സമ്മേളനത്തിൽ നടക്കാത്ത പോകുന്ന സാറേ അഞ്ച് സാറിന് ഉദ്യോഗസ്ഥന്മാരെ വിളിച്ച് അവിടെ പോയി നോക്കും ജനറേറ്ററിലാണ് വർക്ക് ചെയ്യുന്നതോ ജനറേറ്ററാണോ കറണ്ട് മോഷ്ടിക്കാണോ നോക്കട്ടെ. സമൂഹം അറിയട്ടെ. സാറിന് ശാസ്ത്രജ്ഞ മെഡല് കിട്ടട്ടെ. സത്യസന്ധനാണ് ഉദ്യോഗസ്ഥനാന്ന് പറഞ്ഞു ഞങ്ങൾ വരും. ഞങ്ങളത് ആദരിക്കും സാറിന്. ഏതാ സാർ ട്രൈ ചെയ്യും. സമൂഹത്തിൽ നീതിയുടെ പക്ഷം നിന്നാണ്. നീതിയുടെ പക്ഷം. ഓക്കെ, താങ്ക് യു സോ മച്ച്. ഇപ്പൊ എന്റെ നമ്പർ ഉണ്ടല്ലോ വിളിച്ചാൽ